വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോരിന് ഒട്ടും ശമനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ നിർണായകമായ നീക്കം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാക്കിയത് ഹോർമുസ് കടലിടുക്ക്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനത്തിന്റെ പ്രധാനപ്പെട്ട നീക്കം നടത്തുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കപ്പലുകൾ അടുക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്ന് ഉള്ള സൂചനകളുണ്ട്. ഒപ്പം ഇരുപക്ഷവും അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം തുടരും എന്ന മുന്നറിയിപ്പുണ്ട്, വെല്ലുവിളിയുണ്ട്. അമേരിക്ക പറയുന്നത് യഥാർത്ഥ ആക്രമണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇറാൻ യഥാർത്ഥ ആക്രമണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ മിസൈലുകളടക്കം പശ്ചിമേഷ്യയിലേക്ക് അയച്ചുകൊണ്ട് അമേരിക്ക അതിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ 11ഓളം പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ച പശ്ചാത്തലമൊരുങ്ങുന്നത്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് സൗദി അറേബ്യയിലെ US എംബസിക്ക് നേരെ അടക്കം ആക്രമണമുണ്ടായിരിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് നിർണായകമാണ്. സൗദി പ്രതിരോധ വകുപ്പ് റിയാദിലാണ് ഈ US എംബസി ഉള്ളത്. ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് US പ്രതിരോധ വകുപ്പ് എന്നുള്ളതാണ്. ദുബായിൽ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിൽ ഡ്രോൺ പതിച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. പക്ഷേ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകളില്ല. 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തു ഇറാന്റെ എന്നാണ് ഇപ്പോൾ കുവൈറ്റ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കുവൈറ്റ് സൈന്യത്തിലെ 27ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടിയുണ്ട്. ഇവിടെ നമുക്കറിയാം, ദുബായിലെ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഇതിനടക്കം ഡ്രോൺ പതിച്ച പശ്ചാത്തലം കൂടി ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആർക്കും പരിക്കില്ല എന്ന വിവരം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ആരാംകോയുടെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കമ്പനിയായ സൗദിയിലെ ആരാംകോയുടെ എണ്ണ റിഫൈനറിയിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ പതിച്ചു എന്ന വിവരം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ആരാംകോയിലെ എണ്ണ റിഫൈനറിക്ക് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇതടക്കം നിരവധി കാര്യങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, ആക്രമണം 4ാം ദിവസമാണ്. സമാധാന ശ്രമങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സമാധാനം വേണമെന്ന് ആഹ്വാനം ചെയ്തിട്ടും അതിനുള്ള നടപടികളില്ല. വീണ്ടും US പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുകയാണ് സമാധാനത്തിലേക്ക് പോവില്ല എന്നുള്ള കാര്യം. ഉറപ്പായും US പ്രസിഡന്റ് പറയുന്നത് കനത്ത ആക്രമണം അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? അതാണ് രഞ്ജിത്ത്, സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ ആശങ്കയും കൂടുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണവും പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും ആക്രമണം രൂക്ഷമാകുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ ഇതുവരെ 600 പേർ സംഘർഷമുണ്ടായ ശേഷം കൊല്ലപ്പെട്ടതായാണ് അൽ ജസീറയുടെ റിപ്പോർട്ട്. CNN റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 700 പേരും കൊല്ലപ്പെട്ടു. ഇതിൽ 176 പേർ കുട്ടികളാണെന്നുള്ളതും ഈ ഒരു സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 900 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം. മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കയിലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരമുള്ളതാണ് ഈ 900 പേരുടെ പരിക്കും 700 പേർ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും മരണം 10 കവിഞ്ഞു. 6 US സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. 3 F-15 വിമാനങ്ങൾ തകർത്തു. അമേരിക്കയുടെ F-15 വിമാനങ്ങൾ തകർക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ F-15 വിമാനം വെടിവെച്ചിട്ടത്. ഇതിൽ നമ്മൾ കണ്ടതാണ്, അതിലെ പൈലറ്റ് അടക്കം പാരച്യൂട്ടിൽ രക്ഷപ്പെടുന്നതും അത്തരം കാഴ്ചകൾ കണ്ടതാണ്. ഇതുപോലെ 3 F-15 വിമാനങ്ങൾ തകർത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റിയാദിലെ US എംബസിയിൽ ഇന്ന് പുലർച്ചെ ഡ്രോൺ ആക്രമണമുണ്ടായിരിക്കുന്നു. സൗദി പ്രതിരോധ വകുപ്പാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ദുബായിൽ ഓസ്ട്രേലിയൻ സേനയുടെ എയർബേസിലും ഡ്രോൺ പതിച്ചതായും വിവരമുണ്ട്. എന്നാൽ ഇതിൽ ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. വിവിധ പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങൾ UAE എയർബേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 100ഓളം ഓസ്ട്രേലിയൻ പൗരന്മാരുമുണ്ട്. ഇതുവരെ കുവൈറ്റ് 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തു. കുവൈറ്റ് സൈന്യത്തിലെ 27 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കുപറ്റിയത്. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണമാണ് ഇത്. 178 മിസൈലുകളും 384 ഡ്രോണുകളുമാണ് കുവൈറ്റ് തകർത്തതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുന്ന കാഴ്ച നമുക്ക് കാണാം. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങളിലേറെയും നടക്കുന്നത്.
ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കും ഇറാൻ അടച്ചിട്ടുണ്ട്. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ ഈ കടലിടുക്ക് വഴി കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ ഇതോടെ ജലപാത നിശ്ചലമായിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തെ ഇത് ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം നിരവധി ആശങ്കകളാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ ഉണ്ടാകുന്നത്. എണ്ണവില കുതിച്ചുയരും, വിതരണ ശൃംഖലകൾ താളം തെറ്റും, രാജ്യാന്തര വ്യാപാരം നിലയ്ക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങളെ, ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളെ ഈ ഒരു തീരുമാനം ബാധിക്കും. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില ഇനിയും കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ആരാംകോ റിഫൈനറി തകർത്തില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചാണ് ആരാംകോയിൽ റിഫൈനറിയിൽ തീപിടുത്തമുണ്ടായതെന്നാണ് ഇറാന്റെ വിശദീകരണം. അതേസമയം ഇറാനിലെയും ലെബനനിലെയും മരണസംഖ്യ 700ഓളം ആയിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന് നേരെയും ആക്രമണമുണ്ടായി. നമ്മൾ ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് വലിയ യുദ്ധമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതും വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. യുദ്ധം അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഉടനൊന്നും തീരില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് വേണം മനസ്സിലാക്കാനായി. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 4 ആഴ്ചയോളം ഒരുപക്ഷെ ഈ യുദ്ധം നീണ്ടേക്കാമെന്നാണ്. കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധസന്നാഹങ്ങളും പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ കനത്ത അടിവരാൻ പോകുന്നുവെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനെ തടയാൻ ഏറ്റവും മികച്ച അവസരമാണിതെന്നും അതാണ് ആക്രമണം, ഈ ഒരു ഘട്ടത്തിൽ ആക്രമണം തുടങ്ങാൻ കാരണമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിനിടെ ദുബായ്ക്ക് സമീപമുള്ള ഓസ്ട്രേലിയൻ വ്യോമതാവളത്തിന് നേരെയും ആക്രമണം നടന്നു. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർവിമാനങ്ങൾ അയക്കുന്നുണ്ട്. ഇറാനെതിരെ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. ടെഹ്റാന്റെ മിസൈൽ ആണവശേഷികൾ നശിപ്പിക്കാൻ വാഷിംഗ്ടൺ സാധ്യമായതെല്ലാം ചെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗൾഫിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ആഗോള എണ്ണ വാതക വിലകൾ കുത്തനെ ഉയരാനും കാരണമായിട്ടുണ്ട്. ഖത്തറിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പെട്രോളിയം കമ്പനിയുടെ 2 പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ദ്രവീകൃത പ്രകൃതിവാതക ഉൽപാദനവും ഇതോടെ നിർത്തിവെച്ച സാഹചര്യമുണ്ട്. ജനങ്ങളെ ഇത് വിലക്കയറ്റത്തിനും മറ്റ് സാഹചര്യങ്ങൾക്കും ഇടയാക്കും. ഒപ്പം തന്നെ ഇസ്രായേൽ സൈന്യം പടിഞ്ഞാറൻ ജെറൂസലേം, ടെലവീവ്, ഐലാത്ത് എന്നിവിടങ്ങളിലും മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇറാൻ ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുള്ളത്. ശനിയാഴ്ച മുതൽ ഇസ്രായേലിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടു. ഇറാഖിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ കുർദിഷ് നേതാക്കളുമായി അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഇവർ ഇറാഖ് അതിർത്തിയിൽ ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ സഹായം കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ട്രംപ് ഈ കുർദിഷ് നേതാക്കളുമായി സംസാരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. സൗദി അറേബ്യയിലെ റിയാദിലെ അമേരിക്കൻ എംബസിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. തുടർന്ന് ഇവിടങ്ങളിലെ അമേരിക്കക്കാരോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാനായി US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ, റിയാദ്, ടെഹ്റാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കക്കാരോട് മാറാനാണ് US അധികൃതർ നിർദ്ദേശിച്ചത്. മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസിയിൽ അഭയം തേടരുതെന്നും എംബസിയിൽ തങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. റിയാദിലെ അമേരിക്കൻ എംബസിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കം. ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സൗദി അറേബ്യയിലെ ഈ ആക്രമണം അത് മറുപടി ഉടനെന്ന് ട്രംപ് റിയാദിലെ US എംബസിയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള മറുപടി ഉടൻ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നത്. അത് ഇറാനിലെ ആക്രമണം US കടുപ്പിക്കുമെന്നുള്ള സൂചനകൾ കൂടി ട്രംപ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പശ്ചിമേഷ്യ ആകെ സംഘർഷം വല്ലാതെ വ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. US എംബസിക്ക് റിയാദിലെ US എംബസിക്ക് തീപിടിച്ചു എന്നുള്ള സ്ഥിരീകരണം കൂടി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ച സാഹചര്യമുണ്ട്. പിന്നാലെ റിയാദിലെ നയതന്ത്ര മേഖലയിൽ
2 സ്ഫോടനങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റിയാദിലെ എംബസി ആക്രമണത്തിന് ഉടൻ മറുപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതുതന്നെയാണ്. സൗദിയിലെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, അരാംകോയിൽ തീപിടിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അരാംകോയുടെ എണ്ണ റിഫൈനറിക്ക് അവിടെ പുകപടലങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്, തങ്ങൾ അങ്ങേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്ന്. പക്ഷേ ഇത് ഇറാൻ നിഷേധിച്ചിട്ടില്ല. സൗദിയിലെ US-ന്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലയായ എംബസിയിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എംബസി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ വഴിതിരിച്ച് വിടുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അബുദാബിയിലേക്ക് പോവുകയായിരുന്ന 2 ഇത്തിഹാദ് എയർലൈൻസ് വിമാനങ്ങൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. ദുബായിലേക്കുള്ള എമിറേറ്റ്സ് വിമാനം മുംബൈയിലേക്ക് തിരികെ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ള പുതിയ വിവരം, പുതിയ അപ്ഡേറ്റ്സ് കൂടിയുണ്ട്. ടെഹ്റാനിലെ ആസ്ഥാനത്ത് 2 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേൽ US ആക്രമണങ്ങൾക്കിടയിലും അതേസമയം സംപ്രേഷണം തടസ്സമില്ല നടത്തുന്നുവെന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. അതിപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങൾ സൗദി അറേബ്യയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പാർവതി, സൗദി കേന്ദ്രീകരിച്ചുള്ള നമുക്കറിയാം ആരാംകോയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണ സംഭവങ്ങൾ, തുടർന്ന് സൗദിയിലെ എംബസിയിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സംശയമില്ല, തിരിച്ചടി ഉടൻ എന്നാണ് ട്രംപ് പറയുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാന വിവരം ഇതാണ്. ബഹ്റിനിൽ തുടർച്ചയായി സൈറൻ മുഴങ്ങുന്നു. ജനങ്ങളോട് എല്ലാവരും ഷെൽട്ടറുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർ. ബഹ്റിനിലാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം, ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത് കൂടിയാണ്. ബഹ്റിനിൽ തുടർച്ചയായി സൈറൻ മുഴങ്ങുന്നു. ജനങ്ങൾ ഷെൽട്ടറുകളിലേക്ക് മാറാൻ അധികൃതർ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ബഹ്റിൻ കലുഷിതമായിരുന്നത് നമ്മൾക്കറിയുന്ന കാര്യമാണ്. US പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണവും ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമെന്നാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയാദിലെ അമേരിക്കൻ എംബസിയിലുണ്ടായ ഡ്രോൺ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് അമേരിക്ക കാണുന്നത്. തങ്ങളുടെ ജനതയ്ക്ക് മേൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ കാണുന്നൊരു സാഹചര്യമായിരിക്കില്ല ഇനി നേരിടേണ്ടി വരികയെന്നും ഉള്ള മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ദുബായിലെ അമേരിക്കൻ സേനയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ അരിഫ്ജാൻ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് IRGC അവകാശപ്പെട്ടത്. യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന 18 വിമാനങ്ങൾ കൂടി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾക്കും മറ്റ് സൈനിക വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാതെ തന്നെ ഇന്ധനം വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം വിമാനങ്ങൾ. ഇന്ധനം നിറയ്ക്കുന്ന വിമാനത്തോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എത്ര യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 18 ഇന്ധനം നിറയ്ക്കുന്ന 18 വിമാനങ്ങൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം അമേരിക്കൻ ജനതയോട് കഴിഞ്ഞ ദിവസം ട്രംപ് നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടി വിശദീകരിച്ചിരുന്നു. ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ കൂടിയാണ് ഇറാനെ ആക്രമിക്കാനുള്ള തന്റെ തീരുമാനത്തെക്കുറിച്ച് ട്രംപ് വ്യക്തമാക്കിയത്. അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ട്രംപ് ജനങ്ങളോട് വിശദീകരിച്ചു. ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കുക, പുതിയവ നിർമ്മിക്കാനുള്ള ശേഷി നശിപ്പിക്കുക, ഇറാനിയൻ നാവികസേനയെ ഉന്മൂലനം ചെയ്യുക, ടെഹ്റാന് ആണവായുധം സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക, അതിർത്തിക്ക് പുറത്ത് ഒരു ഫണ്ട് ഗ്രൂപ്പ് ആയുധം നൽകാൻ കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് താൻ ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അപ്പോഴും പാർവതി, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യുദ്ധം ദീർഘകാലം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ട്രംപ് പറയുന്നത് 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നീണ്ടു നിന്നേക്കാം. പക്ഷേ ഇറാൻ ഒരു തരത്തിൽ പോലും ഇതുവരെ പുറകോട്ട് പോകുന്ന പശ്ചാത്തലമില്ല. അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടും അവരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ ടെഹ്റാനിലെ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ടെഹ്റാനിലെ ദേശീയ മീഡിയയുടെ ആസ്ഥാനത്ത് പോലും വലിയ അക്രമ സംഭവങ്ങൾ, ഇസ്രായേലിൻ്റെ ബോംബിംഗ് നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ഇത്രയധികം ടെഹ്റാൻ ഏതാണ്ട് ഇല്ലാതായിട്ടും ടെഹ്റാനുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരാതിരുന്നിട്ടും ഇപ്പോൾ ഇറാൻ പുറകോട്ട് പോകുന്നില്ല.
അമേരിക്ക ആക്രമണം കടുപ്പിക്കുന്നു. ഒരു തലത്തിലും സമാധാന ശ്രമങ്ങളില്ല. ഗൾഫ് രാജ്യങ്ങളടക്കം ആക്രമണം കടുപ്പിക്കുന്നു. സൗദി പോലെയുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, ഗൗരവമേറെയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ മറ്റു മേഖലകളിൽ ഇപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ പോലെ ദുബായിൽ അതുപോലെ തന്നെ അതുപോലെയുള്ള GCC രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ ഭീതിയിലാണ് ഇപ്പോഴും. അതിന് ഒരു ശമനം വരുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാനം. ശരിയാണ് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധ സാഹചര്യം ഇതിനൊരു അയവ് വരുത്താൻ, ഈ സംഘർഷത്തിനൊരു അയവ് വരുത്താൻ മധ്യസ്ഥത വഹിക്കാൻ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം അമേരിക്ക അടക്കം എത്രത്തോളം ഉൾക്കൊള്ളുമെന്നുള്ള കാര്യം വ്യക്തമല്ല. ടെഹ്റാനിലെ ചരിത്രപ്രസിദ്ധമായ ഗൊലസ്താൻ കൊട്ടാരത്തിന് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയുടെ ലോക പൈതൃക സൈറ്റായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊട്ടാരം കൂടിയാണിത്. ഈ ഒരു ചരിത്ര സ്മാരകത്തിനാണ് ഇപ്പോൾ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാഖിലെ കുർദിഷ് നേതാക്കളുമായും ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. മസൂദ് ബരാസാനി, ബഫേൽ തലബാനി എന്നിവരുമായാണ് US പ്രസിഡന്റ് സംസാരിച്ചത്. ഇറാഖ് ഇറാൻ അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലയിൽ ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് യുദ്ധം തുടർന്നാൽ നിർണായകമാണ്. അതാണ് ഇവരുമായി ആശയവിനിമയത്തിനുള്ള കാരണം. സിറിയ, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിലെ കുർദുകളുമായി ഇസ്രായേലിന് പതിറ്റാണ്ടുകളായി അടുത്ത സുരക്ഷാ സൈനിക ബന്ധമുണ്ട്. ഒപ്പം രഹസ്യാന്വേഷണ ബന്ധവും ഈ രാജ്യങ്ങളുമായി ഇസ്രായേലിനുണ്ട്. അത് തന്നെയാണ് തങ്ങൾക്ക് ഇവരിൽ നിന്ന് സഹായം അല്ലെങ്കിൽ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുർദിഷ് നേതാക്കളുമായി ട്രംപ് സംസാരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ടെഹ്റാനിൽ അർദ്ധരാത്രി മുതൽ തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ ഉണ്ടായതായും റിപ്പോർട്ട് വരുന്നുണ്ട്. IRIB സ്റ്റേറ്റ് ടെലിവിഷൻ സമുച്ചയം ലക്ഷ്യമിട്ട് ആക്രമണം നടന്നിരിക്കുന്നു. ഇറാന്റെ എക്സ്പെഡിയൻസി കൗൺസിലിന്റെ കെട്ടിടത്തിലാണ് ആക്രമണമുണ്ടായത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിതെന്ന് വേണം മനസ്സിലാക്കാൻ. കരാച്ച്, കോം എന്നിവയുൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലും കനത്ത ബോംബാക്രമണം നടന്നു. പിന്നെ ആശ്വാസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഗൾഫ് മേഖലയിലെ ആളുകൾ, നമുക്കറിയാം ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള ഒരു ഈ മേഖലയിലുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ വരെ ഉണ്ട്. അവരെല്ലാം നമ്മൾക്ക് ഓരോ ദിവസവും ആശങ്ക പങ്കുവെക്കുന്നതാണ്. ഈ ആശങ്ക മനസ്സിലാക്കിയെന്ന തരത്തിൽ തന്നെയാണ് അവിടെയുള്ള രാഷ്ട്ര നേതാക്കളും ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആശ്വാസകരമായ ഒരു കാര്യം അതാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷം വ്യാപിക്കുന്നതിനിടെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഈ UAE നേതാക്കൾ നേരിട്ടിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ദുബായ് മാളിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഏറെ സമയം ചെലവിട്ടു. ആളുകളുമായി സംസാരിച്ചു, കുട്ടികളുമായി സംസാരിച്ചു, ആശങ്ക വേണ്ടെന്ന് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി. ഇതൊക്കെ തന്നെ ഒരു വലിയ കാര്യം, ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായി വേണം കാണാൻ. വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുതെന്ന് അടിക്കടി അവർ മെസ്സേജുകളും മറ്റു കോളുകളും സന്ദേശങ്ങൾ ജനങ്ങൾക്ക് അയക്കുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുത്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെ ഈ രാഷ്ട്ര തലവന്മാർ പറയുന്നു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനായി അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടലും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ബഹറിനിലൊക്കെ സൈറനുകൾ ഇപ്പോഴും മുഴങ്ങുന്ന പശ്ചാത്തലമുണ്ട്. മലയാളികളായ നിരവധി ആളുകൾ നമ്മൾ അത്തരം വിവരങ്ങൾ നമ്മളുടെ വാട്സപ്പിലും മറ്റും നൽകുന്ന സാഹചര്യമുണ്ട്. സൈറനുകൾ മുഴങ്ങുന്നുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. പക്ഷേ മിസൈലുകൾ പതിക്കുന്നത് കുറവാണ്. മിസൈലുകളുടെ ചീളുകൾ വീണ് പല സ്ഥലങ്ങളിലും പുകപടലങ്ങൾ ഉയരുന്നു, തീ ഒക്കെ സംഭവിക്കുന്ന പശ്ചാത്തലം മാത്രമാണ്. ഇതുവരെയുള്ള ആക്രമണത്തിൽ US സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. 10ഓളം ആളുകളാണ് ഇതുവരെ ഇറാന്റെ ആക്രമണത്തിൽ വിവിധ സ്ഥലങ്ങളിലായി കൊല്ലപ്പെട്ടത് എന്ന വിവരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 6 US സൈനികർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ള വിവരമുണ്ട്. അത് അമേരിക്ക സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. 3 F-15 വിമാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട സാഹചര്യവും ഗൗരവതരമാണ്. ഇതൊന്നും ട്രംപിനെ അടക്കിയിരുത്തുന്ന ഒന്നല്ല. സ്വാഭാവികമായും ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികാര നടപടികളിലേക്ക് ട്രംപ് പോകേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഇറാനിലെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 200-ന് മുകളിൽ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തെ UN
അപലപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. മനുഷ്യാവകാശ ലംഘനമാണ് ഇതെന്നും ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള നിലപാട് UN സ്വീകരിക്കണം എന്നുമാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഹെസബുല്ല എന്ന പ്രധാനപ്പെട്ട സംഘടനയെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. അത് വളരെ നിർണായകമാണ്. അവരുടെ കമാൻഡറെ അടക്കം വധിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ആക്രമണങ്ങൾ ലെബനനിൽ നടത്തുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, വിമാന സർവീസുകൾ അത് ഭാഗികമായി ആരംഭിച്ചു എന്ന വിവരം ആശ്വാസകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് അവസാനിച്ചിട്ട് കേരളത്തിൽ നടക്കമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി തുടങ്ങി എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എയർപോർട്ടുകൾ കുടുങ്ങിയവരുമായുള്ള 8 വിമാനങ്ങൾ അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഘം എത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒമാൻ സർവീസും ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ്. ഇൻഡിഗോ എയർവേസും ഉടൻ സർവീസ് തുടങ്ങിയേക്കാം എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് നിർണായകമായ ഒന്ന് തന്നെയാണ്, സംശയമില്ല. അതായിപ്പോൾ ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, നിരവധി വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചില ക്യാൻസലേഷൻസ് ഉണ്ട്. ഒമാൻ എയറിന്റെ മസ്കറ്റ് വിമാനം ജസ്റ്റ് ലാൻഡഡ്, ഡിപ്പാർച്ചർ അറ്റ് 8:20 എന്നുള്ളതാണ്. ടുഡേസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ് നെടുമ്പാശ്ശേരിയിലെ വിവരം, ഡാനി? രഞ്ജിത്ത്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള, അതായത് വിവിധ സെക്ടറുകളിലേക്കുള്ള 25ഓളം സർവീസുകൾ ഇന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട്, അതായത് ഇന്ന് പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഷെഡ്യൂളിൽ പല സമയങ്ങളിലായിട്ടുള്ള 25ഓളം സർവീസുകൾ റദ്ദ് ചെയ്തു എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അവിടെ നിന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് ഇവിടേക്ക് എത്തേണ്ട 25ഓളം സർവീസുകൾ, വിവിധ വിമാന കമ്പനികളുടേതായി 25ഓളം സർവീസുകളും ഇന്ന് റദ്ദ് ചെയ്തതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ എത്തിയിരുന്നു. ഇത്തിഹാദ് വിമാനം ആണ് ഇവിടേക്ക് എത്തിയത്. പ്രധാനമായും ഈ ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിക്കുന്ന വിമാന കമ്പനികളുണ്ട്. ഇതുപോലുള്ള ഇത്തിഹാദ് പോലുള്ള ഗൾഫ് മേഖലോർജിനായ വിമാന കമ്പനികളുണ്ട്. അവർ അവിടെ കുടുങ്ങിയ ഈ സന്ദർശക വിസയിലും മറ്റും അവിടെ എത്തി. അതോടൊപ്പം തന്നെ അവിടെ ചാർട്ട് ചെയ്യുകയും ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ 2-3 ദിവസങ്ങളായി വരാൻ തീരുമാനിക്കുകയും ക്യാൻസലേഷൻ ആവുകയും ചെയ്ത ആ യാത്രക്കാരുണ്ട്. അവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവരെ അതത് സ്ഥലങ്ങളിൽ തിരിച്ചെത്തിക്കുക എന്ന ഒരു പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ സർവീസുകൾ, ആദ്യ സർവീസുകൾ ഇന്നലെ ഡൽഹിയിൽ വിമാനമെത്തി. അതിനുശേഷം അബുദാബിയിൽ നിന്ന് കൊച്ചിയിൽ വിമാനം വരികയും ചെയ്തു. അപ്പോൾ ഇവിടങ്ങളിലെ യാത്രക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ള പല യാത്രക്കാരുമുണ്ട്, വിവിധ രാജ്യങ്ങളിലെ യാത്രക്കാരുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. യൂറോപ്പ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഈ വിമാനങ്ങളിൽ ഇന്നലെ രാത്രി 10:30 കൊച്ചിയിലെത്തിയ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള ഒരു സർവീസുകൾ ഇന്നും ഭാഗികമായ രീതിയിൽ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് അവിടെ കുടുങ്ങിപ്പോയവരെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ, അതിന് ആദ്യ പരിഗണന നൽകിക്കൊണ്ടുള്ള സർവീസുകൾ ഇന്ന് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മസ്കറ്റിലേക്ക് കൊച്ചിയിൽ നിന്ന് രാത്രിയുള്ള വൈകിയുള്ള സർവീസുകൾ അത് പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഒപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സർവീസ് നടത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക്, അതായത് ഭാഗികമായി അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സെക്ടറുകളിലേക്ക് സർവീസ് നടത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം 2 മലയാളികളുള്ള ഒരു കുടുംബം കറാച്ചിയിൽ കുടുങ്ങിപ്പോയിരുന്നു. അത് അവരെ ഇന്ന് രാവിലെ കൊച്ചിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അവിടെ നിന്ന്, കറാച്ചിയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് ഡൽഹിയിലേക്കും അവർ എത്തിച്ചിരുന്നു. ഇതിനുശേഷം അവിടെ നിന്ന് കൊച്ചിയിലേക്ക് രാവിലെ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചിലതെങ്കിലും ഒരു സന്തോഷകരമായ ചിലതെങ്കിലും കുറച്ചെങ്കിലും സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. ഈ സർവീസുകൾ പൂർണ്ണതോതിൽ സജ്ജമാകാനായിട്ട് യുദ്ധം അവസാനിച്ചാൽ മാത്രമേ സാധ്യമാകൂ. എങ്കിലും പരിമിതികളിൽ നിന്നുകൊണ്ട് സാധ്യമായ രീതിയിലുള്ള ഇടപെടലുകളിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യപടിയായുള്ള ചെറിയ രീതിയിലുള്ള സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് രഞ്ജിത്ത്. അതാണ് അവസ്ഥ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള ഇന്നത്തെ 25 സർവീസുകളും ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള 24 സർവീസുകളും റദ്ദാക്കിയെന്നാണ് ഡാനി ഇപ്പോൾ നൽകുന്ന അപ്ഡേഷൻ. അതായത് ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ ഈ വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പാർവതി തുടരുന്നുണ്ട്. പാർവതി, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് അമേരിക്കയുടെ മുന്നറിയിപ്പാണ്. വീണ്ടും കനത്ത ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്.
അതെപ്പോൾ എങ്ങനെ ഏത് തലത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാം ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള ആളുകൾ ആക്രമണത്തിന് അമേരിക്കയ്ക്കൊപ്പം ചേരാൻ സന്നദ്ധമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഒപ്പം നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് ചില റൂമറുകൾ ഇന്നലെ പ്രചരിച്ചിരുന്നു. നെതന്യാഹു പക്ഷേ പിന്നീട് അദ്ദേഹം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പശ്ചാത്തലമൊക്കെ കണ്ടു. എന്ത് പ്രതീക്ഷിക്കണം? ഈ യുദ്ധം അത് കാര്യമായി തന്നെ ഇന്ന് കുറച്ചുകൂടി കടുത്ത ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന് തന്നെയാണോ? തീർച്ചയായും രഞ്ജിത്ത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികരണം വന്നിരിക്കുന്നു. റിയാദിലെ US എംബസിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ശക്തമായ മറുപടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അമേരിക്ക ഉടനൊന്നും ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും കൂടുതൽ പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇറാഖിലെ എർബിൽ ഹോട്ടലിൽ ആക്രമണം നടന്നു എന്ന പുതിയ വിവരവും പുറത്തുവരുന്നുണ്ട്. ഇറാൻ അതിർത്തിയിലെ ഹോട്ടലാണ് ഈ എർബിൽ ഹോട്ടൽ. അവിടെ US സൈനികർ താമസിച്ചിരുന്ന ഹോട്ടലാണെന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. ആക്രമണത്തിൽ ഹോട്ടലിന് തീ പിടിച്ചിട്ടുണ്ട്. അതേസമയം ഈ സൈനികർ സുരക്ഷിതരാണോ എന്നും അവർക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമാകുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങി 4 ദിവസം പിന്നിടുമ്പോൾ ആശങ്കയും കൂടുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഹോർമുസ് കടലിടുക്കിൽ ജലപാത നിശ്ചലമാണ്. നമുക്കറിയാം കപ്പലുകൾ കത്തിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിനെ ഇത് വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾക്ക്. എണ്ണവില കുതിച്ചുയരുന്നതും വിതരണ ശൃംഖലകൾ താളം തെറ്റുന്നതും രാജ്യാന്തര വ്യാപാരം നിലയ്ക്കുന്നതും അടക്കം ഇതിൽ ഉൾപ്പെടും. ഏതായാലും ഈ സൗദിയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനമെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ട്രംപിന്റെ പ്രതികരണവും വ്യക്തമാക്കുന്നത്. റിയാദിലെ അമേരിക്കൻ എംബസിയിൽ നടത്തിയ ഡ്രോൺ ആക്രമണം വലിയ നാശമാണ് ഉണ്ടാക്കിയത്. ഇവിടുത്തെ അമേരിക്കക്കാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ആക്രമണം അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. റിയാദിലെ ഈ എംബസിയിൽ നടന്ന ആക്രമണത്തിൽ ശക്തമായ മറുപടി നൽകുമെന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത്. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം, ആൾനാശം ഉണ്ടായേക്കാം. ഇതുവരെ 700 പേർ കൊല്ലപ്പെട്ടു, 176 കുട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നു, 900-ലേറെ പേർക്ക് പരിക്കു പറ്റിയിരിക്കുന്നു. ഈ മരണസംഖ്യ ഉയരുകയാണ്. വലിയ സാഹചര്യത്തിലേക്ക് പോകാതെ വലിയ ലോകരാജ്യങ്ങൾ ഇടപെട്ട് യുദ്ധത്തിന് ഈ ഒരു സംഘർഷത്തിന് അയവ് വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും സംഘർഷത്തിന് അയവുണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അപ്പോഴും അമേരിക്കയടക്കം ആക്രമണം കടുപ്പിക്കും എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. പാർവതി സത്യദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.